അതെ, തവിടരില്ലേ? തവിടരില്ലേ? ആ ആ ആ ശരി, ഞാൻ എടുക്കാം, വരുമ്പോൾ എടുക്കാം. ആ ശരി ശരി. അരിക്കുളിച്ചാണ് ഫോൺ മുഖാന്തരം. ചെറുതാഴം പൊന്മണിയുടെ ഉൽപ്പന്നങ്ങളാണ് ഈ 7 ഉൽപ്പന്നങ്ങൾ. പുഴുങ്ങലരി, പൊടിയരി, തവിടരി, പുട്ടുപൊടി, അതുപോലെ ഇത് പുഴുങ്ങലരിൻ്റെ പൊടിയരി, ഉണക്കലരിൻ്റെ തവിടരി, ഇത് ഉണക്കലരി, പായസം ഉണ്ടാക്കാൻ പറ്റുന്ന. അപ്പോൾ ഇത് പുഴുങ്ങലരി ഒരു 80% തവിടുണ്ടാവും. ഏറ്റവും ആരോഗ്യത്തിന് ഗുണകരമായതാണ്. അതുപോലെ നമുക്ക് ഏറ്റവും വിറ്റഴിക്കുന്ന എന്താ പറയുക, ഒരു മായവും ഇല്ലാത്ത 100% വിശ്വസിച്ച് കുട്ടികൾക്കായാലും പ്രായമായവർക്കായാലും 100% വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന അരിയാണ്. അതുപോലെ ഇത് പൊടിയരി ചെറിയ കുട്ടികൾക്കെല്ലാം കഞ്ഞി വെച്ച് കൊടുക്കാനും, അതുപോലെ ആദ്യം അസുഖമുള്ളവർക്ക് ദോശക്ക് ഉപയോഗിക്കാം, പിന്നെ പായസം ഉണ്ടാക്കാനും ഉപയോഗിക്കാം. നമ്മൾ ചെറുതാഴം പൊന്മണിയുടെ പ്രത്യേകതയുള്ള പ്രൊഡക്റ്റ് ഇതാണ് തവിടരി. 2 തരം തവിടരി, ഉണക്കലിൻ്റെതും പുഴുക്കലിൻ്റെതും. ഇതിൻ്റെ വിറ്റാമിൻസ് ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഇത് പുഴുങ്ങലിൻ്റെ തവിടരി, ഇത് ഉണക്കലിൻ്റെ തവിടരി. ഏറ്റവും വിശ്വസിച്ചിട്ട് കഴിക്കുക. ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് ഈ അരിക്കാണ്. അത് നമുക്ക് ഒറ്റയടിക്ക് 1 കിൻഡൽ 2 കിൻഡലെല്ലാം ഒറ്റയടിക്ക് പോകുന്നുണ്ട് ഇവിടുന്ന്. പിന്നെയുള്ളത് പുട്ടുപൊടി. ഇത് നമ്മൾ ഈ അരി തവിടരിയും പിന്നെ തവിട് കുറഞ്ഞ അരിയും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് പൊടിക്കുന്നതാണ്. നല്ല കഴുകി ഉണക്കി വറുത്ത് പൊടിച്ചിട്ട് ഉണ്ടാക്കുന്ന, നല്ല നീറ്റായിട്ട് പൊടിച്ചുണ്ടാക്കുന്നതാണ്. പിന്നെ നല്ല സോഫ്റ്റ് ഉണ്ടാവും പുട്ടുപൊടി, നല്ല സോഫ്റ്റ് പുട്ടുപൊടി ആയിരിക്കും. ഇത് ആവശ്യക്കാർ കൂടുതലുണ്ട്. കാരണം നമ്മളെ ഈ അരി തന്നെ ആയതുകൊണ്ട് പുട്ടുപൊടിക്ക് ആവശ്യക്കാർ അധികമാണ്. നല്ല റെഡ് കളറുണ്ടാവും പുട്ടുപൊടി. ഇത് പുഴുക്കലിൻ്റെ പൊടിയരി. ഇത് കഞ്ഞി വെക്കാൻ ഉപയോഗിക്കാം, അതുപോലെ പൊടിയാക്കാനും എല്ലാം ഉപയോഗിക്കാം. പിന്നെ ഇത് ഉണക്കലരി. തരക്കലരി എല്ലാം പറയും. അമ്പലങ്ങളിലേക്കും അല്ലാത്ത ഇങ്ങനെ കാവുകളിലേക്കും എല്ലാം ഉത്സവ സീസൺ സമയത്തും അല്ലാത്ത സമയത്തും പായസം ഉണ്ടാക്കാനും അമ്പലങ്ങളിലെ ചടങ്ങുകൾക്കെല്ലാം കൊണ്ടുപോയിട്ട് വീട്ടാവശ്യത്തിനും എല്ലാം ഉപയോഗിക്കാം. നമ്മുടെ പ്രൊഡക്റ്റിനില്ല പ്രത്യേകത തന്നെ ഏറ്റവും 100% വിശ്വസിച്ചിട്ട് ആർക്കും ഉപയോഗിക്കാം. എങ്ങനെയില്ല ആൾക്കാർക്കും ഉപയോഗിക്കാം. കെമിക്കലും ഇല്ല. ആദ്യമായിട്ട് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര പേടിയാണ്. വനിതകൾ എങ്ങനെയാണ് ഈ മിശ്രികളെ കൈകാര്യം വെച്ചിട്ട് ആദ്യം ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷെ പിന്നെ 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 നമുക്ക് തോന്നി നമുക്കിത് പറ്റും, നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബോധ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം മിസ്റ്ററി കൈകാര്യം ചെയ്യാൻ പേടിയൊന്നുമില്ല. നമ്മൾ തന്നെയാണ് ഈ മിസ്റ്ററി കറികളൊക്കെ കൈകാര്യം ചെയ്യുന്നത്.
നെല്ല് അതിലേക്കാണ് വരിക, ആ മെഷീനിലേക്ക് വന്നിട്ട് അതിൻ്റെ മേലെ തന്നെ ഈ ഡ്രമ്മിലേക്ക് വന്ന് വീഴും നെല്ല്. എന്നിട്ട് ബോയിലറിലേക്ക് ഉമി കയറ്റും. ഉമിയും വെള്ളവും ഉമി കയറ്റിയിട്ട് ഉമിക്ക് തീ കൊടുക്കുക. അതിൽ ബോയിലറിലെ വെള്ളം തിളപ്പിക്കാം, ഉമിയാണ് കത്തിക്കുക. ഈ ബോയിലറിലെ വെള്ളം തിളച്ച് അതിൻ്റെ സ്റ്റീം കയറ്റിയിട്ടാണ് നെല്ല് പുഴുങ്ങുക. ഇത് ഇങ്ങനെ പുകക്കുഴൽ. അപ്പം നമ്മളെ അരി ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങുന്നുണ്ടെങ്കിലും പിന്നെ ഗൾഫ് മലയാളികളും അതുപോലെ അമേരിക്കൻ മലയാളികളെല്ലാം നാട്ടിൽ വന്നിട്ട് പോകുമ്പോൾ നമ്മളെ അരിയും വാങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരിട്ടല്ലെങ്കിലും അവർ വഴി ഇന്ത്യക്ക് പുറത്തേക്ക് നമ്മൾ ഈ അരി പോകുന്നുണ്ട്. അപ്പം അത്രയും വിശ്വസിച്ചിട്ട് ആൾക്കാർ ഇവിടെ വന്നിട്ട് വാങ്ങിയിട്ട് അവർക്ക് ആ ഉപയോഗത്തിന് കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് സാധ്യതയില്ല അത്. കാരണം നമുക്ക് ഇന്നത്തെ കാലത്ത് മായം കലരാത്ത നല്ല ഒരു അരി കിട്ടുന്ന സ്ഥാപനം നമുക്ക് അഭിമാനത്തോടെ പറയാം, നമ്മുടെ ചെറുതാഴം പടിമണി തന്നെയാണ്. ഒരു മായം കലർത്താണ്ട് നമ്മൾ പിന്നെ ഇവിടുന്ന് അരി ഉണ്ടാക്കുന്നത്. എനക്കൊന്ന് സ്ത്രീകൾ മാത്രം നടത്തുന്ന ഇത്രയും വലിയൊരു റൈസ് മില്ല് കുറവാന്ന് തോന്നുന്നു. കേരളത്തിലുണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല. ഇത് മൊത്തത്തിൽ സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പം എല്ലാവർക്കും ഒരു അത്ഭുതമാണ് ഈ സ്ഥാപനം. ഇത്രയും ഇങ്ങനെയാണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത് വന്ന് കാണുന്നവർക്കൊരു അത്ഭുതം ആണ്. പക്ഷെ അത് അത്രത്തോളം പുറത്തേക്ക് എത്തുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ നമ്മളെ പ്രൊഡക്റ്റ് നമുക്കൊരു പരസ്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെ പ്രൊഡക്റ്റ് നമുക്ക് വിചാരിച്ച ആക്കനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരു പ്രശ്നമേ ഉള്ളൂ. അതിന് വരുന്ന ഒരു മെയിൻ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ മെഷീനറി പണിമുടക്കും. ഉണ്ടാക്കുന്ന അരി മാത്രമല്ല, ഉണിയായാലും തവിടായാലും അതുപോലെ വെണ്ണീര് എല്ലാത്തിനും നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു റൈസ് മില്ലിന് വേസ്റ്റ് എന്ന് പറയുന്ന സാധനം ഇല്ല. എല്ലാത്തിനും ആളുണ്ട്. കോഴിക്ക് കൊടുക്കുന്ന നുറിയരി, പിന്നെ നഴ്സറികളെല്ലാം നടത്തുന്നവർ അവർ ചെടിക്ക് വളമായിട്ട് ഉപയോഗിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ ഫാമുകൾ നടത്തുന്നവർ തവിടുകൾ കൊണ്ടുപോകുന്നുണ്ട്. വെണ്ണീര് നമ്മൾ കണ്ണൂരും മറ്റു പ്രദേശങ്ങളിലേക്കും കയറ്റി വിടുന്നുണ്ട്. ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ചെറുതാഴം പഞ്ചായത്തിൽ വെളയാങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. MGM കോളേജിന് ഓപ്പോസിറ്റ്. അതുപോലെ യാത്ര വഴി വരുമ്പം ശിവക്ഷേത്രത്തിൻ്റെ അടുത്തുനിന്ന് ഇടത് ഭാഗത്തേക്കുള്ള റോഡിനും പഴയങ്ങാടി വഴി വരുമ്പോൾ തലക്കോടത്ത് റോഡ് വഴിയും നമ്മൾ ഈ സ്ഥാപനത്തിലേക്ക് എത്താം. അതുപോലെ ഈ സ്ഥാപനം സമയം 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പ്രവർത്തിക്കുന്നത്.